എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ മാങ്ങ സീസണിൽ ഇന്ന് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ നല്ലൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. മാങ്ങ കൊണ്ട് എങ്ങനെയാണ് ഒരു തോരൻ ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. എപ്പോഴും നമ്മൾ മാങ്ങ കൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള പല കറികളും ഉണ്ടാക്കുമെങ്കിലും മാങ്ങ തോരൻ അധികമാരും ഉണ്ടാക്കി കാണില്ല. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു കറി മാത്രം മതിയാകും നമുക്ക് വയറ് നിറച്ചോറിനാൻ. അതിൻ്റെ പുളിയും എല്ലാം കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ്. നമ്മൾ സാധാരണ എപ്പോഴും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ് ഇതിന് വേണ്ടത്. ഇത്രയും മാങ്ങയും തേങ്ങയും ഒരു സവോളയും മുളകും പച്ചമുളകും ഒക്കെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒരുമാതിരി പുളിയുള്ള മാങ്ങയാണ്. അതുകൊണ്ട് ആളൊക്കെ എണ്ണം അനുസരിച്ച് നമുക്ക് മാങ്ങയുടെ എണ്ണം കൂട്ടാം. മാങ്ങ വീട്ടിലെ മാങ്ങ ആയതുകൊണ്ട് തന്നെ ഞാൻ തൊലിയൊന്നും കളയുന്നില്ല. നന്നായിട്ടൊന്ന് കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ പീസുകളാക്കി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലെ സീഡൊക്കെ കളയണം കേട്ടോ. ആ സീഡൊക്കെ കുത്തി കളഞ്ഞതിന് ശേഷം നമുക്ക് ഇത് ചെറിയ ചെറിയ പീസുകളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. സീഡൊക്കെ കൂടി ഇച്ചിരി പിഞ്ചും കൂടിയാണ്. അപ്പം അതിൻ്റെ സീഡൊക്കെ കിടന്ന് നമുക്ക് കഴിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ. ഇത് വളരെ സിമ്പിളാണ്. ഒരു മാങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് ടപ്പയെന്നും പറഞ്ഞ ഒരു തോരൻ കറി ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ എല്ലാവരുടെയും വീടുകളിലും മാങ്ങയുള്ളൊരു സമയം കൂടിയാണല്ലോ. അപ്പോൾ ഇത് ചെറിയ പീസുകളാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരു 3 വട്ടം പൾസ് ചെയ്തെടുത്താൽ മതിയാവും. ഇതുപോലെ ക്രഷായി വരും, അരഞ്ഞു പോകരുത്. ഇതേപോലെ ക്രഷായതിന് ശേഷം നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി ഇനി ഇതിനകത്തേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഒരു 10 മിനിറ്റ് സമയത്തേനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാൻ പറഞ്ഞല്ലോ പുളി ഇച്ചിരി ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ പുളി ഒന്ന് ഇച്ചിരി നമുക്ക് മാറ്റി കളയുന്നത് നല്ലതായിരിക്കും. ഉപ്പിന് പകരം വേണമെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് സമയം വെച്ചാൽ മതിയാവും. വെള്ളത്തിൽ പിഴിഞ്ഞെടുത്ത് അരിപ്പയിലേക്ക് പിഴിഞ്ഞെടുത്താൽ മതിയാവും. നമുക്ക് കയ്യിൽ നിന്ന് ചിലപ്പോൾ ഇങ്ങനെ പിഴിയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റിന് ശേഷം അതിൻ്റെ ആ ഒരു നീരെല്ലാം കൂടെ പിഴിയുമ്പോഴത്തേനും പുളി ഒക്കെ ഇച്ചിരി കുറഞ്ഞ് കിട്ടും. നമുക്ക് ഇതുപോലെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. ഇതാ ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടത് മിക്സിയുടെ ജാറിലെടുത്തിട്ട് അതിനകത്തേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഒരു 2-3 അല്ലി വെളുത്തുള്ളി ഉണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുക മിക്സിയുടെ ജാറിലേക്ക്. ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. വെള്ളമൊന്നും ചേർക്കണ്ടേ. ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക. ഇനി നമുക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി ഇതുപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേനും അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് വറ്റൽമുളകാണ്. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ പച്ചമുളക് ചേർക്കുന്നുണ്ട്. ആ വറ്റൽമുളക് ഒന്ന് കളർ ചേഞ്ചായി വരുമ്പോഴത്തേനും നമുക്ക് അടുത്തത് ചേർത്ത് കൊടുക്കാം. ഒരു പിടി കരിവേപ്പില, ഒരു അതല്ല കരിവേപ്പില ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 2-3 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ സവോളയും കൂടിയാണ് ചെറുതായിട്ട് അരിഞ്ഞത്. ഇതുപോലെ എണ്ണയിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എത്ര സിമ്പിളായിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് അല്ലേ. നമ്മുടെ എല്ലാം തൊടിയിൽ ഇപ്പോൾ ഇഷ്ടംപോലെ മാങ്ങയുള്ള സമയമാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാങ്ങയും കൂടെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം തയ്യാറാക്കിയിരിക്കുന്ന അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. നിമിഷ നേരം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു തോരൻ കറിയാണ്. അതിൻ്റെ പുളിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ, മാങ്ങ ചമ്മന്തിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. അതുപോലെ തന്നെയാണ് മാങ്ങാത്തോരനും ഒരു ചെറിയ പുളിയൊക്കെ ഉണ്ടാകും. നമുക്ക് ചോറിനകത്തിട്ടൊക്കെ ഇളക്കി ചൂട് ചോറിന് ഇത് മതിയാകും. അതിൻ്റെ കൂട്ടിട്ട് ഇളക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇതൊന്നിങ്ങനെ വെച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക.
ഉപ്പ് ആദ്യം ചേർത്താണെങ്കിൽ അത് പിഴിഞ്ഞ് കളഞ്ഞപ്പം അരപ്പൊക്കെ ചേർക്കുമ്പോൾ ഉപ്പ് ഇച്ചിരി കുറവായിരിക്കും. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് സമയം ലോ ഫ്ലെയിമിലൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. വെള്ളം ഒന്നിട്ടും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം മാങ്ങയിലെ വെള്ളമൊക്കെ ഉണ്ടാവും, അത്രയും മതിയാവും. അപ്പോൾ ഇതാ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാത്തോരൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ മാങ്ങ സീസണിൽ നിങ്ങൾ ഇതുപോലെ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ് ഈ കറി. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.